നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചങ്കിടിപ്പിന്റെ നിമിഷമെന്ന് പറയില്ലേ, അതുതന്നെയാണ് ഇറാന്റെ അവസ്ഥ. ഇറാനിൽ കയറി ഒരുത്തനെ തീർത്ത മൊസാദിനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നുള്ള ആവേശവും, ഒന്നും ചെയ്തില്ലെങ്കിൽ അത് സ്വന്തം രാജ്യത്തിന് നാണക്കേടാകും എന്നുള്ള ഭയവും കൊണ്ടാണ് പരമോന്നത നേതാവ് ഇസ്രയേലിനെതിരെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയത്. എന്നാൽ അത് അസ്ഥാനത്തായി പോയി, വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ പരമോന്നത നേതാവിന് ബോധ്യപ്പെടുന്നത്. എന്നാൽ ഏറെ വൈകിപ്പോയി. മൊസാദ് ഒരു വഴിക്കൂടെ പണി തുടങ്ങിയിട്ടുണ്ട്. ടെഹ്റാനിലും ഇറാന്റെ പല ഭാഗങ്ങളിലുമായി മൊസാദിന്റെ ചാരന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഒളിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ടെഹ്റാൻ. ഇറാൻ കെണിയിൽ വീണതോടെ അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ വെട്ടിലായിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ് അറബ് രാജ്യങ്ങളും നിൽക്കുന്നത്. ഇന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും ഇസ്രയേലിനോട് പഴയ ശത്രുതയില്ല. അതിന് കാരണം 3 തവണ അടിച്ചിട്ടും തോൽവിയേറ്റതിന്റെ പേടി കൊണ്ടുകൂടിയാവാം. അവർ തങ്ങളുടെ പണി നോക്കി ഒതുങ്ങിക്കൂടുകയാണ്. പക്ഷേ ഈ ലോകത്ത് ജൂതരാഷ്ട്രത്തെ തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരേയൊരു രാജ്യം ഇറാനാണ്. അതോടെ ഇറാനെ തീർക്കുമെന്ന് മൊസാദും കയറി അങ്ങ് പ്രഖ്യാപിച്ചു. മൊസാദിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള അടിയുടെ ചൂടൊന്നും ഇറാൻ ഇതുവരെ മാറിയിട്ടില്ല. വലിയ പണികളാണ് ഇറാന് കൊടുത്തിട്ടുള്ളത്. തങ്ങളുടെ കൊച്ചു രാജ്യത്തെ ഒരു മിസൈൽ പോലും വീഴാത്ത രീതിയിൽ സംരക്ഷിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. പക്ഷെ അവർ നിരന്തരം ഇറാന് പണി കൊടുക്കുന്നു. 2010 ഇറാന്റെ ആണവ ഗവേഷണത്തിലെ പ്രമുഖനായ ഡാരിയൂഷ് റെസേയി നജാദിനെ ബൈക്കിലെത്തിയ 2 പേർ വെടിവെച്ചു കൊന്നു. ടെഹ്റാനിൽ പട്ടാപ്പകൽ 4:30യോടെയാണ് ഈ സംഭവം നടന്നത്. ഇന്നും ആ ബൈക്കും പ്രതികളെയും കണ്ടുകിട്ടിയിട്ടില്ല. എവിടെ നിന്നോ വന്നു, എവിടേക്കോ പോയി. മറ്റൊരാണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മജീദ് ഷഹ്റിയാരിയും കൊല്ലപ്പെട്ടു. ബൈക്കിൽ വന്ന ചാരൻ അദ്ദേഹത്തിന്റെ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ പിന്നിൽ ബോംബ് ഘടിപ്പിക്കുകയായിരുന്നു. ഡോക്ടർ ഫെറദൂൻ അബ്ബാസി ദവാനിക്കും അതേ ഗതി തന്നെ ഉണ്ടായി. സർക്കാരിന്റെ സമാന്തര പട്ടാള സംവിധാനമായ റവല്യൂഷണറി ഗാർഡ് അംഗവും ഫിസിക്സ് പ്രൊഫസറുമായ മസൂദ് അലിയുടെ ഊഴമായിരുന്നു അടുത്തത്. മുഹമ്മദി സ്വന്തം കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. അടുത്തൊരു ബൈക്ക് പാർക്ക് ചെയ്തിരുന്നു. അതിലായിരുന്നു ബോംബ് വെച്ചിരുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിലെ തന്നെ യൂണിറ്റ് 840 മേധാവി കേണൽ ഹസൻ സയ്യാദ് ഖൊഡേയിയെ വീടിന് മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ബൈക്കിൽ വന്ന കൊലയാളികൾ കാറിലിരുന്ന ഖൊഡേയിയെ 5 തവണ വെടിവെക്കുകയായിരുന്നു. ഇറാനിയൻ നേതാക്കൾ മറ്റു രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോകുമ്പോൾ അവരെ തട്ടിയെടുത്ത് മയക്കുമരുന്ന് കുത്തിവെച്ച് വിമാനത്തിൽ ഇസ്രയേലിലേക്ക് കടത്തുന്നത് മൊസാദിന്റെ മറ്റൊരു തന്ത്രമാണ്. ജനറൽ അലി റിസ അസ്ഗാരി എന്ന മുൻ ഇറാനിയൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയെ 2007 ഇസ്താംബുളിൽ വെച്ച് കാണാതായി. ആണവ പരിപാടിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹം. 4 വർഷത്തോളം യാതൊരു വിവരവും കിട്ടിയില്ല. 2011 ഇറാൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചു അസ്ഗാരിയെ മൊസാദ് തട്ടിക്കൊണ്ടുപോയതാണ്, ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്ന്. അസ്ഗാരി അമേരിക്കയിലേക്ക് കൂറുമാറിയതാണെന്നും ഒരു ആരോപണം വന്നു. $50 ലക്ഷം നൽകി പുതിയ പേരും ID കാർഡ് നൽകി താമസിപ്പിച്ചിരിക്കുകയാണെന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 2020 ജനുവരിയിലാണ് മൊസാദ് ലോകത്തെ വീണ്ടും ഞെട്ടിച്ചത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിലെ ഖുദ്സ് വിഭാഗം മേധാവിയായിരുന്ന കാസിം സുലൈമാനിയുടെ വധത്തിൽ അമേരിക്ക പോലും ഞെട്ടി. ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ബോംബിട്ട് സുലൈമാനിയെ വകവരുത്തുകയായിരുന്നു. ഉപഗ്രഹ നിയന്ത്രിത ബോംബായിരുന്നു ഉപയോഗിച്ചത്. അതുപോലെ ഇറാന്റെ അണുബോംബ് നിർമ്മാണത്തെ സൈബർ ആക്രമണത്തിലൂടെ മൊസാദ് തകർത്തതും വലിയ വാർത്തയായിരുന്നു. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വൈറസിനെ കടത്തിവിട്ട് തെറ്റായ നിർദ്ദേശം നൽകിയാണ് അവർ നിലയം തകർത്തത്. ഇതുമൂലം വർഷങ്ങളാണ് ഇറാന്റെ ആണവ പദ്ധതി വൈകിയത്. ഇതിന്റെ എല്ലാം ഒടുവിലാണ് ഇറാനിൽ കയറി മൊസാദ് ഹനിയയെ തീർത്തത്. അതോടെ ഇനി ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള യുദ്ധമാണ് ഉണ്ടാകുക എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇറാന്റെ ആണവ നിലയങ്ങളും ആണവ ശാസ്ത്രജ്ഞരെയും സംരക്ഷിക്കാൻ ഇറാൻ ഭരണകൂടം ചില നീക്കങ്ങൾ നടത്തുന്നത്. എന്നാൽ എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയാലും മൊസാദിന്റെ കണ്ണ് വെട്ടിക്കാനാകില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനിയിപ്പോൾ ഇറാന്റെ ആണവ നിലയങ്ങളും ആണവ ശാസ്ത്രജ്ഞരെ അങ്ങ് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും മൊസാദ് കൊത്തിയെടുത്തിരിക്കും.